ശ്രീ വരാം. ശ്രീ ലിബർട്ടി ബഷീർ ജാമ്യം റദ്ദാക്കുന്നു, അതായത് ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷയുമായി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. എന്ത് മനസ്സിലാക്കുന്നു ശ്രീ ലിബർട്ടി ബഷീർ? ദിലീപിന് എത്രത്തോളം വലിയ കുരുക്കാണിത്? നമ്മളെല്ലാം മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം ജാമ്യം റദ്ദാക്കണം. അവൻ ആൾക്കാർ ഈ സാക്ഷികളെ സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്. എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. ഈ സാക്ഷി പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സാണ്, പ്രതി നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പം കുറ്റം ചെയ്യുന്നതിന്റെ ബോധ്യം നമുക്ക് ഉണ്ടെന്നാലും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പറഞ്ഞാൽ ഈ കോടതിയിൽ നിന്ന് ഇപ്പൊ തന്നെ നമ്മൾ അറിയുന്ന വിവരങ്ങളെല്ലാം റിപ്പോർട്ടർ ചാനലിലൂടെയും അല്പം മറ്റുള്ള ചാനൽ അറിയുന്ന വിവരം മാത്രമേ നമുക്ക് എല്ലാവർക്കും കിട്ടും. ആളൂർ വക്കീലിന് അങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പൊ അടച്ചിട്ട കോടതിയിൽ എന്താ നടക്കുന്നതില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന് കിട്ടുന്ന ഇപ്പം നിങ്ങളുടെ ഹൈദരാലി പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് ഈ ജഡ്ജിന്റെ അടുത്ത് ഈ ജഡ്ജി ഒരിക്കലും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പോകുന്നില്ല. മേൽക്കോടതിയായിട്ട് ജാമ്യം റദ്ദാക്കാൻ ഈ ജഡ്ജിന്റെ പോക്ക് ഒരു വൺ സൈഡ് ആയിട്ട് പോകുന്നതായിട്ടാണ് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. നിയമത്തിനെ പറ്റി കുറച്ചെങ്കിലും അല്പം വിവരമുള്ള വിട്ട് അനാവശ്യമായിട്ട് എപ്പം പ്രതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പത്രമാധ്യമങ്ങൾ വന്ന വാർത്തക്ക് ഒരിക്കലും ഈ ബൈജു പലോസ് ഉത്തരവാദിയില്ല. നിങ്ങളുടെ എവിടെന്നെങ്കിലും തപ്പി പറഞ്ഞ് എടുക്കും, അത് വാർത്തയാക്കും. കാരണം വേറെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്ന എല്ലാ ഈ കാര്യങ്ങളിലും ദിലീപ് നേരിട്ട് ഇടപെട്ടായിട്ട് ഒരു സ്ഥലത്തും പറയുന്നില്ല. ദിലീപിന്റെ ആൾക്കാർ, ദിലീപിന്റെ അടിയന്മാർ, ദിലീപിന്റെ അനുജന്മാരെല്ലാം ഇടപെട്ടിട്ട് സാക്ഷികൾ സാധിച്ചിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് ദിലീപ് എവിടെയും ഒരു സ്ഥലത്തും ദിലീപിന്റെ ഫോൺ കോളോ ദിലീപ് നേരിട്ട് സംസാരിച്ചതോ ഒന്നും നിങ്ങളെ വാർത്താ ചാനലിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിപ്പോ ആൾ വക്കീലിനോട് ചോദിച്ചാൽ അറിയാമുണ്ട്. അതുകൊണ്ട് ഈ കോടതിയിൽ നിന്ന് ജാമ്യം റദ്ദാക്കുന്നില്ല ഒരിക്കലും. അല്ല ശ്രീ ലിബർട്ടി ബഷീർ, ഒന്ന് ഇടപെട്ടോടെ. അതായത് താങ്കൾ ഈ പറയുന്നു ഈ കോടതിയിൽ നിന്ന് ഇപ്പോൾ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷയുമായി കോടതിക്ക് മുന്നിലേക്ക് ദിലീപിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഈ വിചാരണ കോടതി എന്തായാലും അന്വേഷണ സംഘത്തിനൊപ്പം ആയിരിക്കില്ല, ദിലീപിന് അനുകൂലമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്. പക്ഷേ നിയമപരമായി അതിന് എത്രത്തോളം സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ, ഈ തെളിവുകളൊക്കെ കോടതിക്ക് മുന്നിൽ നിർത്താൻ കഴിയില്ല അന്വേഷണ സംഘത്തിന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ്, എന്ത് കോണ്ടാക്സിലാണ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാണ് കോടതിക്ക് ആ ജാമ്യം റദ്ദാക്കാതിരിക്കാൻ കഴിയുക? അപർണ ബുദ്ധിരാക്ഷസനായ ഒരു വക്കീലാണ് രാമൻപിള്ള. ക്രിമിനൽ ബുദ്ധിരാക്ഷസൻ പറയണം. സാധാരണ ഒരു ബുദ്ധിരാക്ഷസനല്ല, വക്കീലല്ല, ക്രിമിനൽ ബുദ്ധിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് ദിലീപിന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ സാക്ഷിയെ സ്വാധീനിക്കുന്നതും അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ചിട്ടാണ്. അപ്പൊ അവിടെ നിന്നും ദിലീപിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടാവും. ദിലീപിന്റെ അദ്ദേഹം പറയാം, ദിലീപ് നിങ്ങളുടെ ചാനലിലൂടെ ദിലീപ് ഇടപെട്ടിട്ടില്ല, ദിലീപ് ഏതെങ്കിലും സാക്ഷികളെ സ്വാധീനിച്ചിട്ടോ ഏതെങ്കിലും ഫോൺ ചെയ്തോ ഒരു ഫോൺ വന്നോ ഒന്നും എല്ലാം ബാക്കിയെല്ലാം ദിലീപിന്റെ ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം തെളിഞ്ഞതാണ്. അനൂപ്, സ്വരാജ് ഇതെല്ലാം സ്വാധീനിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുന്ന ദിലീപ് ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും കക്ഷിയായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടായിട്ട് ഇവർക്ക് ഇപ്പൊ കോടതി രാജാക്കിയ തെളിവിലില്ല. ദിലീപിനോണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഈ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അത് കോടതിക്കും ബോധ്യമായിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും കോടതിന്റെ ഈ ഇപ്പോഴത്തെ പോക്ക് കാണുന്ന സമയത്ത് ഈ കോടതിയിൽ നിന്ന് ജാമ്യം റദ്ദാക്കില്ല. മേൽക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി കൊടുത്ത ജാമ്യമാണ്. അത് ഒരു സാധാരണ കീഴ്ക്കോടതി റദ്ദാക്കിയ ചരിത്രം വളരെ അപൂർവമാണ്. അപ്പം ആ മേൽക്കോടതി തന്നെ പോയ ജാമ്യം റദ്ദാക്കും തോന്നുന്നു എനിക്ക്. അതെ.